ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്ലു. ഒരു നൂറ്റാണ്ട് മുമ്പ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുകയുണ്ടായി. അവർ നടത്തിയ സംഭാഷണത്തെ യുഗ സംവാദം എന്നാണ് പിൽക്കാല ചരിത്രകാരന്മാർ വിലയിരുത്തിയത്. എന്താണ് ഈ യുഗ സംവാദം? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. 1925 മാർച്ച് 9 മഹാത്മാഗാന്ധി വൈക്കത്തെത്തുമ്പോൾ വൈക്കം സത്യാഗ്രഹം ഒരു വർഷത്തോളം പിന്നിട്ടിരുന്നു. 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സമരം പല പടവുകൾ താണ്ടി കുറച്ചൊക്കെ ക്ഷീണാവസ്ഥയിലുമായിരുന്നു. സത്യത്തിൽ ഹിന്ദുക്കളല്ലാത്തവർ പങ്കെടുക്കുന്നതിനെ വിലക്കിയും കേരളത്തിന് പുറത്തു നിന്നുള്ളവരുടെ പങ്കാളിത്തത്തിന് സമ്മതം നൽകാതെയും സത്യാഗ്രഹികളുടെ നിരാഹാര സമരത്തിന് അനുമതി നിഷേധിച്ചും ഗാന്ധിജി തന്നെ ആ ക്ഷീണാവസ്ഥയ്ക്ക് കാരണമായി എന്ന വിമർശനം അക്കാലത്ത് ഉയർന്നിരുന്നു. സത്യാഗ്രഹം എന്ന ആശയത്തിന് ഇന്ത്യയിലെ ആദ്യ പരീക്ഷണശാലകളിലൊന്നായി മാറിയ വൈക്കം സത്യാഗ്രഹം ഫലമുണ്ടാക്കാതെ പോകുമോ എന്ന തോന്നലുളവായ ഘട്ടത്തിലാണ് മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിലെന്ന പോലെ ഗാന്ധിജിയുടെ വീക്ഷണഗതിയിലും യുഗനിർണായകമായ പരിവർത്തനങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു അത്. 1925 മാർച്ച് 9 ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്നും ബോട്ടിൽ യാത്ര തിരിച്ച ഗാന്ധിജി വൈകിട്ട് 6 വൈക്കത്തെത്തി. അന്ന് തിങ്കളാഴ്ചയായിരുന്നു. ഗാന്ധിജിയുടെ മൗനവ്രതത്തിൻ്റെ ദിവസമാണ് അന്ന്. അതുകൊണ്ട് ചർച്ചകളൊന്നും അന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് മുതൽ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭാഷണങ്ങളിൽ ഗാന്ധിജി പങ്കാളിയായി. സത്യാഗ്രഹികൾ, ക്ഷേത്രം ഉടമസ്ഥർ, ദിവാൻ, ജില്ലാ മജിസ്ട്രേറ്റ്, പോലീസ് സൂപ്രണ്ട്, മഹാറാണി എന്നിങ്ങനെ നിരവധി പേരുമായുള്ള സംഭാഷണങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ ആ സംഭാഷണങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. 1925 മാർച്ച് 12 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കാണാനെത്തിയത്. മാർച്ച് 10 വൈക്കത്ത് ചേർന്ന മഹാസമ്മേളനത്തെ ഗാന്ധിജി അഭിസംബോധന ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ക്ഷേത്രം ഉടമസ്ഥരായ ഇണ്ടംതുരുത്തി മനയിലെ നമ്പ്യാതിരിയുമായും മഹാറാണി സേതു ലക്ഷ്മിബായിയുമായും കൂടിക്കാഴ്ച നടത്തി. മാർച്ച് 12 3:30 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കാനെത്തുന്നത്. AK ഗോവിന്ദദാസൻ്റെ ഗാന്ധിയാശ്രമം എന്ന മന്ദിരത്തിൽ വച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. ശിവഗിരിക്ക് അടുത്തുള്ള വനജാക്ഷി മന്ദിരത്തെയാണ് ഗാന്ധി ആശ്രമമായി രൂപാന്തരപ്പെടുത്തിയത്. ആധുനിക കേരള ചരിത്രത്തിൽ യുഗനിർണായകമായ പ്രാധാന്യം കൈവന്ന ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് പിൽക്കാലത്ത് നിരവധി ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഭവനത്തിൻ്റെ പരിസരം മുഴുവൻ വെള്ളമണ്ണ് വിരിച്ച് വെടുപ്പാക്കി സ്വാമി നേരത്തെ തന്നെ ആശ്രമത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഗാന്ധിജിയുടെ ആഗമനം കാണുന്നതിന് ധാരാളം ആളുകൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടുകയുണ്ടായി. ആശ്രമ പരിസരവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. സന്ദർശന സമയമായ 3:30 മണിക്ക് തന്നെ ഗാന്ധിജിയുടെ കാർ
ഗാന്ധി ആശ്രമത്തിൻ്റെ മുൻവശത്ത് വന്നു നിന്നു. ആദ്യം കാറിൽ നിന്ന് ഇറങ്ങിയത് സി രാജഗോപാലാചാരിയായിരുന്നു. പിന്നാലെ ഒരൊറ്റ ഖദർമുണ്ട് മാത്രം ധരിച്ച ഗാന്ധിജി പ്രസരിപ്പാർന്ന മന്ദസ്മിതത്തോടുകൂടി പുറത്തിറങ്ങി. അവിടെ കൂടിയിരുന്നവരുടെ അഭിവാദ്യങ്ങൾ കൂപ്പുകൈയോടെ സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പൂമുഖത്തേക്ക് നടന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനായി സ്വാമി മുൻവശത്ത് ഇറങ്ങി നിന്നു. 2 കൈകളും നീട്ടി നാരായണ ഗുരു മഹാത്മാജിയെ സ്വീകരിച്ചു. സ്വാമി ശിഷ്യരിൽ ഒരാൾ മഹാത്മാഗാന്ധിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. അതിനുശേഷം ഹാളിനുള്ളിൽ നിലത്ത് കതർ വിരിപ്പണിഞ്ഞ പുല്ലുപായയിൽ എല്ലാവരും ഉപവിഷ്ടരായി. ആ 2 മഹാപുരുഷന്മാരുടെയും സംഭാഷണത്തിൽ ദ്വിഭാഷിയായി പ്രവർത്തിച്ചത് എൻ കുമാരനായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ അറിയില്ല അല്ലേ എന്ന് ആമുഖമായി ഗാന്ധിജി നാരായണ ഗുരുവിനോട് ചോദിച്ചു. അതിന് ഇല്ല എന്ന് സ്വാമി ഉത്തരവും പറഞ്ഞു. മഹാത്മജിക്ക് സംസ്കൃതം അറിയുമോ എന്ന് സ്വാമിയും അന്വേഷിച്ചു. ഇല്ല എന്ന മറുപടിയാണ് ഗാന്ധിജി പറഞ്ഞത്. തുടർന്ന് അവർ സംഭാഷണം ആരംഭിച്ചു. ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിക്ക് അറിവുണ്ടോ എന്ന് ആദ്യമായി ഗാന്ധി ചോദിച്ചു. ഗുരു ഇല്ല എന്ന് പറഞ്ഞു. ഐത്തം ഇല്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് പിന്നാലെ ഗാന്ധിജി ആരാഞ്ഞു. അതിനും ഇല്ല എന്ന് തന്നെയാണ് ഗുരു മറുപടി പറഞ്ഞത്. ആ പ്രസ്ഥാനത്തിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെന്നോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ എന്ന് ഗാന്ധിജി ചോദിച്ചു. അത് ഭംഗിയായി നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അതിനാൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് അഭിപ്രായമില്ലെന്ന് ഗുരു പറഞ്ഞു. അധികൃത വർഗക്കാരുടെ അവശതകൾ തീർക്കുന്നതിന് ഐത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം കൂടി വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായമെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഗാന്ധിജി ചോദിച്ചു. അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. മിശ്രഭോജനമോ മിശ്രവിവാഹമോ ഉടനടി വേണമെന്ന് പക്ഷമില്ല. നന്നാകാനുള്ള സൗകര്യം മറ്റെല്ലാവർക്കുമെന്ന പോലെ അവർക്കും ഉണ്ടാകണം എന്ന് ശ്രീനാരായണ ഗുരു ഗാന്ധിജിയോട് പറഞ്ഞു. വീണ്ടും ഗാന്ധിജി ചോദിച്ചു, അക്രമരഹിതമായ സത്യാഗ്രഹം കൊണ്ട് ഉപയോഗമില്ലെന്നും അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം തന്നെയാണ് വേണ്ടതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ. സ്വാമിജിയുടെ അഭിപ്രായം എന്താണ്? ബലപ്രയോഗം നല്ലതാണെന്ന് നാം കരുതുന്നില്ല എന്നാണ് അതിന് ഗുരു മറുപടി പറഞ്ഞത്. ഹൈന്ദവ ധർമ്മശാസ്ത്രങ്ങളിൽ ബലപ്രയോഗം വിധിച്ചിട്ടുണ്ടോ സ്വാമി എന്ന് ഗാന്ധിജി ചോദിച്ചു. രാജാക്കന്മാർക്കും മറ്റും അത് ആവശ്യമാണെന്നും അവർ അതിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പുരാണങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബലപ്രയോഗം ന്യായീകരിക്കുകയുമില്ല എന്നാണ് അതിന് ഗുരു മറുപടി പറഞ്ഞത്. മതപരിവർത്തനം ചെയ്യണമെന്നും സ്വാതന്ത്ര്യ ലബ്ധിക്ക് അതാണ് ശരിയായ വഴിയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വാമിജി അതിന് അനുവാദം നൽകുന്നുണ്ടോ? ഗുരു അതിന് ഇങ്ങനെ പറഞ്ഞു, മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നല്ലതാണെന്ന് പറയുന്നതിൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല. ഗാന്ധിജി വീണ്ടും ചോദിച്ചു, ആധ്യാത്മിക മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ? അതിന് ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ. ഗാന്ധിജി വീണ്ടും ചോദിച്ചു, അന്യമതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദുമതം മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമെന്ന് തന്നെയോ സ്വാമിജിയുടെ അഭിപ്രായം? അതിന് ഗുരു ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ. പക്ഷേ ലൗകികമായ സ്വാതന്ത്ര്യത്തെയാണല്ലോ ജനങ്ങൾ അധികം ഇച്ഛിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഐത്താചരണവും മറ്റും കൊണ്ടുള്ള അസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമല്ലേ? അതിരിക്കട്ടെ,
ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമെന്ന് സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല, ആധ്യാത്മിക മോക്ഷത്തിന് മതപരിവർത്തനം ആവശ്യമില്ല എന്ന് ഗുരു മറുപടിയും പറഞ്ഞു. ഗാന്ധിജി വീണ്ടും ചോദിച്ചു, ലൗകികമായ സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം പരിശ്രമിക്കുന്നത്, അത് സഫലമാകാതെ വരുമോ? ഗുരു അതിനിങ്ങനെയാണ് മറുപടി പറഞ്ഞത്, അത് സഫലമാകാതെ വരികയില്ല. അതിൻ്റെ രൂഢമൂലത ഓർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മജി വീണ്ടും അവതരിക്കേണ്ടി വരുമെന്ന് തന്നെ പറയണം. ഇത് കേട്ട് ഗാന്ധിജി ചിരിച്ചു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, എൻ്റെ ആയുഷ്കാലത്ത് തന്നെ അത് സഫലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അധകൃത വർഗക്കാരിൽ തന്നെ ഐത്യാചരണമുണ്ടല്ലോ. സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ? ഗുരു ശക്തമായി തന്നെ മറുപടി പറഞ്ഞു, എല്ലാവർക്കും പ്രവേശനം എൻ്റെ ക്ഷേത്രത്തിൽ അനുവദിച്ചിട്ടുണ്ട്. പുലയ സമുദായത്തിലെയും പറയ സമുദായത്തിലെയും കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം ശിവഗിരിയിൽ താമസിച്ചും പഠിച്ചു വരുന്നു. മറ്റുള്ളവരുമൊത്ത് അവർ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. അത് കേട്ട് ഗാന്ധിജി പറഞ്ഞു, വളരെ സന്തോഷം. പല തലങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് മേൽ പറഞ്ഞ ഈ ഗുരു ഗാന്ധി സംഭാഷണം. വൈക്കത്തെ സത്യാഗ്രഹ രീതി ഫലപ്രദമല്ലെന്നും ആവശ്യമായി വന്നാൽ ബലം പ്രയോഗിക്കണമെന്നും ഗുരു അഭിപ്രായപ്പെട്ടെന്ന ഒരു വാർത്ത അക്കാലത്ത് ഉണ്ടായിരുന്നു. അതിനോടുള്ള പ്രതികരണമെന്ന നിലയിൽ കൂടിയാണ് വൈക്കത്തെ സമരമാർഗത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഗാന്ധിജി സംഭാഷണം ആരംഭിക്കുന്നത്. ഇതിന് പിന്നാലെ വരുന്ന സംഭാഷണ ഭാഗത്തെ ജാതി ബന്ധങ്ങളുടെ കെട്ടുപൊട്ടിക്കാൻ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് പറയുമ്പോൾ ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും ഊന്നലുകളുടെ വ്യത്യാസം പ്രകടമാകുന്നുണ്ട്. കേവലമായ ഐത്തോച്ചാടനം കൊണ്ട് മാത്രം അധികൃതരുടെ വിമോചനം സാധ്യമാകില്ല എന്ന ഗുരുവിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കാണാം. വിശ്വാസവും മൂല്യങ്ങളും മാത്രമല്ല, ഭൗതികമായ ജീവിത പ്രയോഗങ്ങളാണ് പ്രധാനമെന്ന നിലപാട് ഗുരു ഉയർത്തിപ്പിടിക്കുന്നത് എത്രയും പ്രകടമാണ്. മതപരിവർത്തനം, മോക്ഷം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഗാന്ധിജിയും ഗുരുവും പുലർത്തുന്ന അഭിപ്രായങ്ങളിലേക്ക് നോക്കിയാലും ഗുരുവിൻ്റെ ഈ സമീപനത്തിൻ്റെ തുടർച്ച കാണാം. മതപരിവർത്തനത്തിന് പിന്നിലെ യഥാർത്ഥ പ്രേരണ ഭൗതികമാണെന്ന് ഗുരു തിരിച്ചറിയുന്നുണ്ട്. മതപരിവർത്തനം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് അദ്ദേഹം പറയുന്നതും അതുകൊണ്ടാണ്. സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹമാണ് മതപരിവർത്തനത്തിൻ്റെ യഥാർത്ഥ കാരണം. ഇതിന് പിന്നാലെ ആധ്യാത്മിക മോക്ഷത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ ചോദ്യത്തിന് ഗുരു നൽകുന്ന മറുപടിക്ക് സവിശേഷ പ്രാധാന്യം തന്നെ ഉണ്ട്. ഹിന്ദുമതത്തിൽ എന്ന പോലെ മറ്റെല്ലാ മതങ്ങളിലും മോക്ഷമാർഗമുണ്ട് എന്നതാണ് ആദ്യത്തേത്. പലമത സാരവുമേകം എന്ന അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതത്തിന് സവിശേഷ പ്രാധാന്യമില്ലെന്ന ഗുരുവിൻ്റെ അടിസ്ഥാന നിലപാടിൻ്റെ പ്രകാശനമാണത്. ഈ സംഭാഷണ സന്ദർഭത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി എന്ന ആശയത്തോട് ഗാന്ധിജി വിയോജിക്കുന്നത്. അവർ സംവാദത്തിലേർപ്പെട്ട കെട്ടിടത്തിൻ്റെ മുറ്റത്തെ മാവ് ചൂണ്ടിക്കാട്ടി അതിൻ്റെ ഇലകളെല്ലാം വ്യത്യസ്തമല്ലേ എന്ന് ആരായുകയാണ് ഗാന്ധിജി ചെയ്തത്. അതുപോലെ ജാതി പ്രകൃതി സഹജമാണെന്നായിരുന്നു ഗാന്ധിജിയുടെ വാദം. എന്നാൽ ഭിന്ന രൂപങ്ങളിലായിരിക്കുമ്പോഴും എല്ലാ ഇലകളിലെയും രസം ഒന്നു തന്നെയാണെന്ന് ഗുരു ഗാന്ധിജിയെ ഓർമ്മിപ്പിച്ചു. അതുപോലെ മനുഷ്യൻ ഏകജാതിയാണെന്നും ഗാന്ധിജിയുടെ ജാതി ബോധ്യങ്ങളിൽ പിൽക്കാലത്ത് മാറ്റങ്ങൾക്ക് വഴിവെച്ച ഒന്നായിരുന്നു ഈ തിരുത്തൽ. ഒരു നൂറ്റാണ്ടിനിപ്പുറത്തു നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഗാന്ധിജി ഗുരു സംവാദം നമ്മോട് പറയുന്നത്? ചില കാര്യങ്ങൾ ഇതിൽ പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, വർണ്ണജാതി ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ഗാന്ധിജിയുടെ ബോധ്യങ്ങളിൽ പിൽക്കാലത്തുണ്ടായ പരിവർത്തനങ്ങളുടെ പ്രധാന ഹേതുവായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നതാണ്. ചരിത്രത്തിലെ രണ്ട് യുഗപ്രഭാവന്മാരുടെ ഒത്തുചേരൽ എന്നതിനൊപ്പം അതിലെ ചില വൈരുദ്ധ്യങ്ങളുടെ പരിഹാരത്തിലേക്കും ഈ കൂടിക്കാഴ്ച വഴി തുറന്നു. ഒരു നൂറ്റാണ്ട് തികയുന്ന ഗാന്ധി ശ്രീനാരായണ ഗുരു സംവാദത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ. ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.